തലയിൽ വെച്ച് ആരാണോ ഇത് തൊട്ടത് ആ ആള് തന്നെ കൊണ്ടു കളയണം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ ഒഴിയാബാധയായ പ്രതിമ. അതേ കൂട്ടുകാരി, ഒരു രക്ഷയില്ലാത്ത നിമിഷങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഭവാനി അമ്മുമ്മ കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് കുറെ കാര്യങ്ങളൊക്കെ ജപിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു പ്രതിമേനെ ഒരു റെഡ് തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മുടെ കേശുവിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നീയല്ലേ പത്തായത്തിൽ നിന്നും എടുത്ത ആള് തന്നെ കൊണ്ടേ കളയണം, അതാണ് അതിന്റെ പിന്നിലെ ചരിത്രം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിന് പിന്നാലെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയും പൂജയിലും കാര്യങ്ങളിലൊക്കെ തന്നെയാട്ടോ. അപ്പൊ നമ്മുടെ കേശു ആണെങ്കിൽ എന്താ നെറ്റി ഫുള്ള് ചന്ദനമൊക്കെ തൊട്ട് ഭസ്മൊക്കെ തൊട്ടിട്ടാട്ടോ ഈ ഒരു പ്രതിമയിട്ട് പോണത്. എന്നിട്ട് നമ്മുടെ പാറമടയിൽ കൊണ്ട് ഇങ്ങനെ കളയുവോ, ഒഴിഞ്ഞു പോ അപ്പൂപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടേ കളയുവാട്ടോ പ്രതിമ. ലാസ്റ്റ് നമ്മുടെ കേശു ഭയങ്കര സന്തോഷത്തിൽ തിരികെ വരുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയേ ഞാൻ ആ പ്രതിമ കളഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയിൽ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂകി വിളിക്കുന്നുണ്ട്. ലാസ്റ്റ് കേശു ഇങ്ങോട്ട് തിരിയല്ല, കേശുവിന്റെ ബാക്കിലത്തെ ടേബിളിൽ ഇതാ ഇരിക്കുന്നു ആ കളഞ്ഞ പ്രതിമ. എന്നിട്ട് ആ പ്രതിമ ഇങ്ങനെ തനിയെ ഇങ്ങനെ തിരിഞ്ഞ് ഹാ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് നമ്മുടെ കേശുവിന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്റെ പൊന്നളിയ, ഇനി ഇതെങ്ങനെയാക്കിയ പ്രതിമേനെ അവിടെ നിന്നും ഒഴിവാക്കും? നമ്മുടെ ജൂനിയർ മാൻഡ്രയ്ക്ക് പോലെ ഉണ്ടല്ലോ. എന്തായാലും അതിനേക്കാളും പേടിപ്പിക്കുന്ന ഒരവസ്ഥയാട്ടോ. പക്ഷെ നമ്മുടെ പാറമട വീട്ടിലെ ഇനി എങ്ങനെ ഈ ബാധ ഒഴിപ്പിക്കും? ആര് വരും ഈ ബാധ ഒഴിപ്പിക്കാൻ? എന്തൊക്കെയാകും സ്ഥിതി? കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.